അപ്പോൾ എങ്ങനെയാണ് പർജ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പർജ് ഓപ്ഷൻ അടിച്ചതിന് ശേഷം പർജബിൾ ഐറ്റംസ് ബൈ നോൺ പർജബിൾ ഐറ്റംസ് ഇത് അൺചെക്ക് ചെയ്യുക. എന്നിട്ട് ആൾ ഐറ്റംസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഇൻ്റർവ്യൂ ഇലക്ട്രിക്കൽ ഡിസൈൻ എഞ്ചിനീയറുടെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ചെയ്ത ടാസ്കിൻ്റെ ഡ്രോയിങ്ങിൻ്റെ പർജിങ് ഓപ്ഷനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ലെയറും ബ്ലോക്കും വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ലെയർ എടുക്കുകയാണെങ്കിൽ അൺസ്വിച്ച്ഡ് സ്പർ ഔട്ട്ലെറ്റ് വിൻഡോ ആവശ്യമില്ലാത്ത ലെയറാണ്. പിന്നെ അതുപോലെ ബ്ലോക്ക്, ഇത്രയും ബ്ലോക്ക് വേണ്ടാത്ത ലെയർ, ഇറർ ലെയർ, വേസ്റ്റ് ലെയർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്നതിന് വരെ നേരെ ഇത് കൊടുക്കുക, പർജാൾ കൊടുക്കുക, പർജ് ഓൾ ചെക്ക്ഡ് ഐറ്റംസ് കൊടുക്കുക. ഇപ്പോൾ ഐക്കൺ കറങ്ങുകയാണ്, പർജ് ആയിട്ടുണ്ട്, പർജ് ഓൾ ചെക്ക്ഡ് ഐറ്റംസ്, ക്ലോസ്. ഇപ്പോൾ പർജിങ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ട ഇല്ല, നേരത്തെ സ്വിച്ച്ഡ് സോക്കറ്റ് ഔട്ട്ലെറ്റ്, അൺസ്വിച്ച്ഡ് സ്പർ ഔട്ട്ലെറ്റ് 2 ഉണ്ടായിരുന്നു. ഇറർ ആയിട്ടുള്ള അൺസ്വിച്ച്ഡ് സ്പർ ഔട്ട്ലെറ്റ് വേണ്ടാതെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലെയർ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആവശ്യമുള്ള ലെയർ മാത്രം അവിടെ കിടപ്പുണ്ട്. വിൻഡോ എന്ന് പറഞ്ഞ ലെയറും ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് പർജിങ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഒരു സവിശേഷത. പർജ് അൺവാണ്ടഡ് ലെയേഴ്സും പിന്നെ വേണ്ടാത്ത ഡയമെൻഷൻ സ്റ്റൈൽസും അനോട്ടേറ്റീവ് സ്റ്റൈൽസ് എല്ലാം ഓട്ടോകാഡ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിലീറ്റ് ചെയ്യും. അതാണ് പർജ് ഓൾ ഓപ്ഷൻ, പർജ് ഓപ്ഷൻ. താങ്ക് യു.